ഒരു യാത്രയുടെ അവസാന സന്ദർഭങ്ങളാണ്. നമ്മൾ തുടർമാനമായിട്ട് പഠിച്ചു വരുന്ന ഒരു തിരുവചനമായിരുന്നു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ അവസാന ഏടുകളിലേക്കും ഒരു യാത്രയുടെ അവസാന സന്ദർഭങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിപ്പിക്കുന്നതിന് മുൻപേ ഒരു ദൈവഭൃത്യൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, ഈ പുസ്തകം ഈ ജനത്തെ പഠിപ്പിക്കണം. 2 വർഷങ്ങൾക്ക് മുൻപേ ഈ വേദഭാഗം നമ്മൾ ആരംഭിച്ചത് നമ്മുടെ ട്യൂസ്ഡേ ബൈബിൾ സ്റ്റഡിയോടൊക്കെയുള്ള ബന്ധത്തിലാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ മിഷണറി യാത്രയുടെ അവസാന ഭാഗങ്ങളാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വേദഭാഗത്തിൽ നിന്നും അനേക കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുരുങ്ങി ചില നിമിഷങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. നമുക്കറിയാം, 3ാമത്തെ മിഷണറി യാത്രയുടെ അവസാന സന്ദർഭങ്ങളിൽ താനെ റോമിലേക്കുള്ള യാത്രയാണ്. Book of Acts chapter 19 verses 21, there we can see that Apostle Paul purposed in his spirit he must go and see the people in Rome. 19:21 താൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചു, റോമിലുള്ള I must visit Rome also. After I have been there, he said, I must visit Rome also. So that was his great desire. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ he was put in a prison. And on that day, the God appeared to him and said to him, don't be scared, and you will testify in Rome just like you testify in Jerusalem. അപ്പോസ്തല പ്രവൃത്തി 23:11. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ യെരുശലേമിൽ ശുശ്രൂഷിച്ചതുപോലെ തന്നെ നീ റോമിലും ശുശ്രൂഷിക്കേണ്ടത് ആകുന്നു. അങ്ങനെ എന്നാൽ അടുത്ത അധ്യായങ്ങളിലൊക്കെ കാണുമ്പോൾ so he was in the prison around 2 years. തൻ്റെ ആഗ്രഹമായിരുന്നു റോമിലുള്ള പ്രിയപ്പെട്ടവരെ കാണണമെന്ന്. അതുപോലെ തന്നെ ദൈവം തന്നോട് പറഞ്ഞൊരു അരുളപ്പാടായിരുന്നു റോമിലേക്ക് പോകണമെന്ന്. എന്നാൽ പോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഉള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. നമുക്കറിയാം, in chapter 27 they had a great challenge in a shipwreck. ഒരു വലിയ കപ്പൽ ഛേദത്തിൽ തന്നെ അകപ്പെട്ടു പോയി. ആശകളെല്ലാം അസ്തമിച്ചു. സൂര്യനും ചന്ദ്രനും ഒന്നും കാണാത്ത രീതിയിലുള്ള വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, സോ വി ലോസ്റ്റ് ഓൾ അവർ ഹോപ്പ്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഹി ഡിഡ് നോട്ട് പ്ലാൻ ടു ഗോ ടു റോം ആസ് എ പ്രിസണർ. ഒരിക്കലും ഒരു പ്രിസണറായിട്ട് പോകാനായിട്ടല്ല താൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം തന്നെ ആ റോമിലേക്ക് കൊണ്ടുപോയത് മറ്റൊരു രീതിയിലാണ്. എൻ്റെ സന്ദേശത്തിൻ്റെ 1ാമത്തെ പോയിന്റ്, ഗോഡ് ക്യാൻ ചേഞ്ച് യുവർ ഡിറക്ഷൻ ആൻഡ് യുവർ പ്ലാൻ വിത്തൗട്ട് എ നോട്ടീസ് ഓർ എ വാണിംഗ്. ദൈവത്തിന് നിങ്ങളുടെ ഡിറക്ഷനുകളെ so he did not want to go as a prisoner over there, but God changed his plan and his direction without any notice or warning. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചിലതൊക്കെ നമുക്ക് ചിലപ്പോൾ വേദനയായിട്ട് തോന്നാം, ചില ഷിപ്രക്കുകളായിട്ട് തോന്നാം, ചില സ്റ്റോമുകളായിട്ടൊക്കെ തോന്നാം. പക്ഷെ God has a plan, but he did not inform us how I am going to do it. ദൈവത്തിന് അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോട്ടീസ് തരാറില്ല. പക്ഷെ ദൈവം റോമിൽ നിന്നെ കൊണ്ടെത്തിക്കും. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട്, ദൈവസഭയോട് ദൈവത്തിൻ്റെ ഒരു ദൂതുണ്ടെങ്കിൽ അതെങ്ങനെ കൊണ്ടുപോകും എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് എ പ്ലാൻ ആൻഡ് യു വിൽ ബി ഇൻ റോം. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കടന്നുപോയ വേദനകളും രോഗങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പലതുമുണ്ട്. പക്ഷേ God changed that direction, but God has a better plan in your life. How many of them are believing in this morning? God has a great plan in my life. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ വലിയ പ്ലാനുകൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 39 അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, when it was a day they did not recognize the land, but they noticed this is a beach, this is an island. അപ്പോൾ ഇവർ പോകുകയാണ്, എങ്ങോട്ടാ പോകുന്നത് എന്ന് ഇവർക്ക് അറിയത്തില്ല.
എന്താ ചെയ്യേണ്ടത് എന്ന് ഇവർക്കറിയത്തില്ല. അടുത്ത സ്റ്റെപ്പുകൾ എന്താണ് എന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ല. കഴിഞ്ഞ ചില നാളുകളായിട്ട് ഉലഞ്ഞും തളർന്നും കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെയായി ഇങ്ങനെ അവർ പോവുകയാണ്. ഇവിടെ പറയുന്നത് ഈ ദേശം എന്ത് എന്ന് അവർ അറിഞ്ഞില്ല. They did not recognize where they are going, where they are now. ഇപ്പോൾ എവിടെയാണെന്നും എങ്ങോട്ടാ പോകുന്നെന്നും അറിയത്തില്ല ഈ പ്രിയപ്പെട്ടവർക്ക്. The same. So we don't know where we are going and where we are, but God knows the way. ദൈവത്തിനറിയാം പ്ലാനുകൾ, ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഇവരൊരു സ്ഥലത്ത് വന്ന് ഇടിച്ചു നിൽക്കുകയാണ്, ഒരു മുനമ്പിൽ വന്ന് ഇടിച്ചു നിൽക്കുകയാണ്, ഒരു ഒന്നും കാണാതെ നിൽക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടത്, എവിടേക്കാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് അറിയത്തില്ല. വെളിച്ചമായപ്പോൾ ഇന്ന ദേശം എന്നവർ അറിഞ്ഞില്ല. എങ്കിലും അവരൊരു തുറ കണ്ടു, അവിടെ ഇരിക്കുകയാണ്. അതിനെ മാൾട്ട എന്ന് പറയുന്നത് എ പ്ലേസ് ഓഫ് റെഫ്യൂജ്. ദൈവത്തിന് നമുക്ക് പ്ലാൻ അറിയത്തില്ല, നമുക്ക് വഴി അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് വഴികളുണ്ട്, ദൈവത്തിന് പദ്ധതികളുണ്ട്. നീ അറിയാതെ അലയുകയാണെങ്കിൽ, നിനക്കറിയത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും നിന്നെ കൊണ്ടെല്ലാം മനസ്സിലാക്കിക്കത്തില്ല. They do not know where they are going, what they are going to do, but God knows our way. ഇന്ന് പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു, ദൈവത്തിന് എൻ്റെ പ്ലാനുകൾ അറിയാം, ദൈവത്തിന് എൻ്റെ വഴികളെ അറിയാം, ദൈവം എന്നെ നടത്താൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ജീവിതത്തോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, വിവിധ തലങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് വഴിയറിയത്തില്ല, but God knows the way. എങ്ങോട്ട് പോകുന്നു എന്നറിയത്തില്ല, പക്ഷേ എനിക്കൊരു ഗൈഡിനെ അറിയാം. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. സോ മൈ സെക്കൻഡ് പോയിന്റ് ഈസ് only God knows the way. Only God knows the way. Third point, ഇവർ രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ്, ലാസ്റ്റ് ജേർണിയാണ്, ലാസ്റ്റ് പ്ലേസാണ്. മെലീത്ത എന്ന ആ സ്ഥലത്ത് എത്തി. മെലീത്ത, മാൾട്ട എന്നതിൻ്റെ അർത്ഥം എ പ്ലേസ് ഓഫ് റെഫ്യൂജ് എന്നാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബർബരന്മാർ, ദ നേറ്റീവ് പീപ്പിൾ showed an unusual kindness. So barbarians എന്നൊക്കെയാണ് മലയാളത്തിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The people those who has a speech with a hard and harsh language എന്നൊക്കെയാണ് ചില ഇൻ്റർപ്രിട്ടേഷൻ പറയപ്പെടുന്നത്. അതിന് ചിലർ പറയുന്നുണ്ട് ഗ്രീക്ക് ലാംഗ്വേജ് കഴിയാത്ത ആളുകൾ. So whatever may be, they were the native people. Here we can see that this native people showed us an unusual kindness. So they were not a church going people. They were not a praying people. They did not do any fasting prayer or a 21 days fasting. They were not a Pentecost or a Christian, but they showed unusual kindness. So people of God, we need to show unusual kindness in every situations. And that's the calling of a great church. Show unusual kindness whenever the people need the kindness in their life. So here we can see that the people of the land, people of barbarians, showed mercy and kindness. അവർ അസാധാരണമായ ദയ കാണിച്ചു. എങ്കിലും പ്രശ്നങ്ങളുണ്ടായി, എങ്കിലും പ്രതിസന്ധികളുണ്ടായി. നമുക്കറിയാം, ഈ ചരിത്രം വായിക്കുന്ന സന്ദർഭത്തിൽ പൗലോസ് കുറേ വിറകുമൊക്കെ പിറക്കി കൈകൊണ്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരണലി അദ്ദേഹത്തെ കയറി കൈക്ക് തൂങ്ങി. നമുക്കറിയാം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ തൂങ്ങിയ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇവനെ നീതിദേവി പോലും വിടുന്നില്ല എന്ന് പറഞ്ഞു. ഹി ഈസ് എ മർഡറർ. ദാറ്റ്സ് റീസൺ ദ സ്നേക്ക് വാസ് ഇദ്ദേഹത്തെ എൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തെ ദൈവം പോലും കൈവിട്ടു എന്നുള്ളതിൻ്റെതാണ് എന്ന് അവിടെ കാണും. പക്ഷേ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഹി വാസ് ബിറ്റൻ ബൈ പബ്ലിക്കലി, ബട്ട് ഗോഡ് പ്രൊട്ടക്റ്റഡ് ഓൾസോ പബ്ലിക്കലി ആണ്
ഈ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ചാണ് ഈ അണലി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങിയതെങ്കിലും അവരുടെ മുൻപിൽ വെച്ച് തന്നെ ദൈവം ഒന്നും ഭാവിക്കാതെ, എല്ലാവരും വളരെ നേരം കാത്തു നിന്നു, അവന് ആപത്തൊന്നും ഭാവിക്കുന്നില്ല എന്ന് കണ്ടു. So they waited for a long time. They saw that no misfortune comes to his life. ഒന്നും സംഭവിച്ചില്ലാത്ത രീതിയിൽ ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇവിടെ ഒരു വലിയ നിന്ദയുണ്ടായ സന്ദർഭത്തിൽ, പബ്ലിക്കായിട്ട് വലിയ ഒരു ലജ്ജാവഹമായ സാഹചര്യം ഉണ്ടായ സന്ദർഭത്തിൽ, ചില ദിവസങ്ങളിൽ കഷ്ടപ്പെട്ടും പ്രതിസന്ധികളിൽ കൂടെ വന്നിട്ടും അണലി പോലും പിടിച്ചപ്പോൾ സമൂഹത്തിൻ്റെ മധ്യത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും കരുതി ഇവൻ ഒരു മർഡറാണ് എന്ന് കരുതിയിട്ടും അതിൻ്റെ മധ്യത്തിലും സ്വർഗത്തിലെ ദൈവം പൗലോസിൻ്റെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ അവരുടെ മധ്യത്തിൽ തന്നെ വീണ്ടും അത്ഭുതങ്ങളും ആ ലാൻഡിനെ തന്നെ ദൈവകൃപയിലേക്ക് നേടത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുവെങ്കിൽ നിന്നെ ലജ്ജിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ തല ഉയർത്തി നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. കർത്താവ് നമ്മളെ കൈവിടുന്ന ദൈവമല്ല, ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്, നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്, ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് he shook off that snake. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ, all the garbages in your life, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പരാജയങ്ങളും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിനെ അടിച്ചു മാറ്റുന്ന ഒരു പകൽക്കാലമാക്കി സ്വർഗത്തിൽ ദൈവം തീർക്കട്ടെ. ഇവിടെ ഇദ്ദേഹത്തെ തകർത്ത് കളയുവാനായിട്ടും മിനിസ്ട്രി ഇല്ലാതാക്കാനായിട്ടും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ മാൾട്ടയിൽ ഒരു പ്രവർത്തനം ഉണ്ടാകാതിരിക്കാനായിട്ടും അന്ധകാരത്തിൻ്റെ ശക്തി അണലിയുടെ രൂപത്തിൽ ഒരു തീക്കകത്തു നിന്ന് പുറപ്പെട്ടു വരികയാണ്. വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അഗാധ കൂപത്തിൽ നിന്നും പാമ്പ് വന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാമ്പ് ഒരു പിശാചിൻ്റെ ഒരു ചിത്രം കൂടെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. പിശാച് നമ്മളെ ആക്രമിച്ചും നമ്മളെ ഇല്ലാതാക്കി നമ്മുടെ ആത്മീക ജീവിതവും ഭൗതിക ജീവിതവും മാനസിക ജീവിതവും ശുശ്രൂഷയുടെ ജീവിതവും മുന്നോട്ടുള്ള തലമുറകളുടെ ജീവിതവും ഒക്കെ തകർത്ത് കളയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈ ദ പവർ ആൻഡ് ദ അനോയിന്റിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരത്തോടും യേശുവിൻ്റെ അഭിഷേകത്തോടും നമ്മളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന എല്ലാവിധമായ എനിമിയുടെ പദ്ധതികളെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മുഖാന്തരം ഇന്ന് പകൽക്കാലം ദൈവസഭ അതിൻ്റെ മേൽ ജയമെടുത്തു കഴിഞ്ഞാൽ പൗലോസിനെ എല്ലാവരുടെയും മുൻപിൽ നിന്നാപാത്രമാക്കി തീർത്തുവെങ്കിൽ അന്നത്തെ ആ ദിവസി ആ എനിമിയുടെ പദ്ധതിയെ, ആ ശത്രുവിൻ്റെ പദ്ധതിയെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ദാസൻ അതിനെ കുടഞ്ഞു കളഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം എല്ലാ വിധമായിരിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെയും യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞു കളയുന്ന ഒരു പകൽക്കാലമായിട്ട് പരിശുദ്ധാത്മാവ് തീർക്കുവാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിനുള്ള പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്തുവാൻ കഴിയുന്ന അധികാരം ലഭിച്ച ദൈവമക്കളാണ്. You have the authority and the anointing to shook off all the enemies attack and all the evil forces attack in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ഒക്കെ അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഏതെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുന്ന പകൽക്കാലമായി മാറട്ടെ.